ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. കുറേയേറെ നാളുകൾക്ക് ശേഷം വിപണിയിൽ പ്രകടമായൊരു മാറ്റമുണ്ടായി. നിഫ്റ്റി ഒറ്റ ദിവസം കൊണ്ട് 345 പോയിന്റ് വർദ്ധിച്ചു. തുടർച്ചയായി വിൽപ്പന നടത്തിയിരുന്ന FIIs ബയേഴ്സായി മാറി. ഫെയർലി വാല്യൂഡായ മികച്ച ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള ലാർജ് ക്യാപ്സ് ശക്തമായ തിരിച്ചുവരവ് നടത്തി. മുൻനിര മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിലും മികച്ച നേട്ടങ്ങളുണ്ടായി. പ്രസക്തമായ ചോദ്യം ഈ റാലി നിലനിൽക്കുമോ എന്നതാണ്. ഇപ്പോൾ വിപണിയെ ഗണ്യമായി സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്: ഡൊമസ്റ്റിക് ആൻഡ് എക്സ്റ്റേണൽ. ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ആർ ഫേവറബിൾ, ബട്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ അൺഫേവറബിൾ. ഇത് അല്പം വിശദീകരിക്കാം. ആഭ്യന്തര സാഹചര്യത്തിൽ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ട്. ഒന്ന്, Q3 GDP ഗ്രോത്ത് 6.2% വർദ്ധിച്ചിട്ടുണ്ട്. Q2 GDP ഗ്രോത്ത് 5.4% കുറഞ്ഞതാണ്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് തുടങ്ങി വെച്ചത് ഫണ്ടമെൻ്റൽ ഫാക്ടർ എന്ന് ഓർക്കുക. Q4 GDP ഗ്രോത്ത് 7% മുകളിലായിരിക്കും. രണ്ട്, IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ 5.1% വളർച്ചയുണ്ടായിട്ടുണ്ട്. മൂന്ന്, ടാക്സ് കളക്ഷൻസ് 16% ഉയർന്നിട്ടുണ്ട്. നാല്, ഏറ്റവും പ്രധാനമായി ഒരുപക്ഷെ CPI ഇൻഫ്ലേഷൻ ഇസ് ഡൗൺ ടു 3.6% in February. This is well within RBI's inflation target of 4%. This can facilitate another rate cut by the Monetary Policy Committee in April. അനുകൂലമായ ഈ ആഭ്യന്തര സാഹചര്യം വിപണിയിൽ ശക്തമായൊരു റാലി സൃഷ്ടിക്കേണ്ടതാണ്. ശക്തമായ DII ബൈയിങ്ങും FIIs ബയേഴ്സായി മാറുന്നതും അനുകൂല ഘടകങ്ങളാണ്. എന്നാൽ വലിയ പ്രതികൂല ഘടകം ട്രംപ് ടാരിഫ്സ് ആണ്. ഇപ്പോൾ തന്നെ ട്രംപ് ടാരിഫ്സ് ഒരു വ്യാപാര യുദ്ധം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി April 2 റെസിപ്രോക്കൽ ടാരിഫ്സ് ചുമത്താൻ തുടങ്ങും എന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയെ ഒഴിവാക്കാനിടയില്ല. ഇതിൻ്റെ അനിശ്ചിതത്വം വിപണിയെ ബാധിക്കും. കാത്തിരുന്ന് കാണണം. ചൈനീസ് സ്റ്റോക്സിൻ്റെ ഔട്ട് പെർഫോമൻസ് ശ്രദ്ധേയമാണ്. ഈ വർഷം ഇതുവരെ ഇയർ ടിൽ ഡേറ്റ് US S&P 500 ഈസ് ഡൗൺ ബൈ 4.33%. നിഫ്റ്റി ഈസ് ഡൗൺ ബൈ 3.83%. എന്നാൽ ചൈനീസ് സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹാങ്സെങ് ഇൻഡെക്സ് 25.86% ഉയർന്നിരിക്കുകയാണ്. ദിസ് ഈസ് ഹ്യൂജ് ഔട്ട് പെർഫോമൻസ്. അനിശ്ചിതത്വത്തിൻ്റെ ഈ ഘട്ടങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധയോടെ നീങ്ങണം. സുരക്ഷിതത്വത്തിന് പ്രാമുഖ്യം നൽകണം. വിപണിയിൽ 16% ഇടിവുണ്ടായപ്പോഴും ലാർജ് ക്യാപ്പ് ഫൈനാൻഷ്യൽസ് വലിയ പോറലില്ലാതെ പിടിച്ചു നിന്നു എന്ന് നമുക്കറിയാം. ആൻഡ് നൗ ദേ ആർ സ്ട്രോങ്ലി ബൗൺസിങ് ബാക്ക്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബീറ്റൻ ഡൗൺ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൽ അവസരങ്ങളുണ്ട്. സ്മോൾ ക്യാപ്സിൽ നിക്ഷേപിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ ഇപ്പോൾ 4586 ലിസ്റ്റഡ് സ്മോൾ ക്യാപ്സ് ഉണ്ട്. ഇതിൽ നിക്ഷേപ യോഗ്യമായത് വളരെ കുറവാണ്. മ്യൂച്വൽ ഫണ്ട്സ് നിക്ഷേപിച്ചിട്ടുള്ളത് ഈ 4586-ൽ 609 സ്റ്റോക്സിൽ മാത്രമാണ്, അതായത് 13%. ഓൺലി ദിസ് സ്മോൾ സെഗ്മെന്റ് ഇസ് ഇൻവെസ്റ്റബിൾ. ബാക്കി ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് വലിയ റിസ്ക് ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അനിശ്ചിതത്വത്തിൻ്റെ ഈ ഘട്ടത്തിലും ഫെയർലി വാല്യൂഡായ ഡൊമസ്റ്റിക് കൺസംഷൻ തീംസ് സുരക്ഷിതമാണ്. ട്രംപ് ടാരിഫ്സ് എക്സ്പോർട്ട് ഓറിയന്റഡ് സെഗ്മെന്റ്സിനെ ബാധിച്ചേക്കാം. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്താൽ നയിക്കപ്പെടുന്ന ഫൈനാൻഷ്യൽസ്, ടെലികോം, ഏവിയേഷൻ, FMCG, സെലക്ട് ഓട്ടോസ്, ഹോട്ടൽസ്, പിന്നെ ആധുനികമായ ഡിജിറ്റൽ കമ്പനീസ്, കൺസ്യൂമർ ഫേസിംഗ് ഡിജിറ്റൽ കമ്പനീസ്, ഈ സെഗ്മെന്റ്സിനെ ഒന്നും തന്നെ ട്രംപ് ടാരിഫ്സ് ബാധിക്കില്ല. അതുകൊണ്ട് സുരക്ഷിതത്വത്തിന് മുൻഗണന കൊടുക്കണം. April 2 റെസിപ്രോക്കൽ ടാരിഫ്സ് പ്രഖ്യാപനം വലിയ കുഴപ്പമില്ലാത്ത തരത്തിലാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ് തുടങ്ങിയ സെഗ്മെന്റ്സ് ആയിരിക്കും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് നിക്ഷേപതന്ത്രം അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്.